يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي جعل لعباده مواسم ينالون فيها رضاه وأياما يزدادون فيها خيرا فيضاعف أجرهم ويجزل ثوابهم. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുഷ്കാലത്തിനിടക്ക് നമുക്ക് വീണ് കിട്ടുന്ന അസുലഭമായ സമയങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരികെ കിട്ടാത്ത ഏറ്റവും പുണ്യപൂർണമായ അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ് കടന്നുകൊണ്ടിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞുകൊണ്ട് ആ 10 ദിനങ്ങളെ അല്ലെങ്കിൽ ആ 10 രാവുകൾ എന്ന് പറഞ്ഞതൊക്കെ ഈ പ്രത്യേകമായ അശ്ർ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയദ്കുറുസ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ പ്രത്യേകമായി ഓർക്കുവാനും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ അയ്യാമുൻ മഅലൂമാത്ത് കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് ഇതേ 10 ദിവസങ്ങൾ തന്നെയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ മഹത്വമാണ് ഈ ദിവസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ളത്. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അതായത് ഏത് സൽക്കർമ്മങ്ങൾക്കും നമുക്ക് ചെയ്യാവുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹു ഇത്രത്തോളം പ്രതിഫലം നൽകുന്ന, അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമായ ഒരു ദിനങ്ങൾ ഇതിനോളം വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് മത്സരിക്കേണ്ട ദിവസങ്ങളാണിത്. കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടുവാൻ വേണ്ടി റബ്ബിൻ്റെ വാതിലുകൾ മുട്ടേണ്ടുന്ന സന്ദർഭമാണിത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ടായത്? പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാലത്തും ഒന്നിച്ചു വരാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്മേളിക്കുകയാണ് ഈ ദിനങ്ങളിലൂടെ. നിസ്കാരം, അതേപോലെ തന്നെ നോമ്പ്, സ്വദഖ, ഹജ്ജ്, ദിക്ർ, ഖുർആൻ പാരായണം, തക്ബീർ, ദുആ, തൗബ, ഇസ്തിഗ്ഫാർ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അവസരം, കുടുംബബന്ധം ചേർക്കാൻ അവസരം, പരോപകാരം ചെയ്യാൻ അവസരം, എല്ലാം ഉൾക്കൊള്ളുന്ന, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരവസരം നമുക്ക് വേറെ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ സൽക്കർമ്മങ്ങളാൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് മഹാഭാഗ്യവാന്മാർ എന്ന ചിന്ത നമുക്കുണ്ടാകണം. തൗബയ്ക്കും ആത്മപരിശോധനയ്ക്കും അതിലൂടെ ഹൃദയവിശുദ്ധി നേടുവാനും മറ്റുള്ളവരോടുള്ള കടമകൾ കൊടുത്തു തീർക്കുവാനും
വല്ലതുമുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കുവാനും പറ്റുന്ന സന്ദർഭങ്ങളാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇത് പാപമോചന നാളുകളാണ്, നരകവിമോചനത്തിന്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ മൻ കാനത ഇൻദഹു മദ്ലിമ ലിഅഖീഹി, ആർക്കെങ്കിലും തൻ്റെ സഹോദരനോട് ഏതെങ്കിലും വിധത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്തതോ അവകാശങ്ങൾ കൊടുത്തു വീട്ടാനുള്ളതോ പറഞ്ഞു പൊരുത്തപ്പെടിക്കാനുള്ളതോ ആ വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഉടനെ ഫല്യതഹല്ലൽഹു മിൻഹാ, അതിൽ നിന്നൊക്കെ ഒഴിവായിക്കൊള്ളണം. കാരണം പാപമോചനത്തിന്റെ അടിസ്ഥാനമാണത്, നരകവിമോചനത്തിന്റെ അടിസ്ഥാനമാണത്. കേവലം ആ രൂപത്തിൽ ഇസ്ലാമികമായിട്ട് അള്ളാഹുവെ പൊറുക്കണേന്ന് പറയുന്നത് കൊണ്ടുള്ള മാത്രം പ്രയോജനം ലഭിക്കില്ല. അതിൻ്റെ ഷർത്തുകളൊക്കുന്ന വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. ദിക്റുകൾക്ക് ധാരാളം സമയം കണ്ടെത്തണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ ദിനങ്ങൾ, സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും അവന് ഇഷ്ടമുള്ള ദിവസങ്ങൾ, ഫഅക്സിറൂ ഫീഹിന്ന, ആ ദിനങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കണേ. മിനത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണം. അതേപോലെ തന്നെ ഹംദുകൾ അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കണം, അല്ലാഹു അക്ബറുകൾ അധികരിപ്പിക്കണം, തസ്ബീഹുകൾ അധികരിപ്പിക്കണം എന്നാണ്. ഇതൊക്കെ പറയാൻ നമുക്ക് എത്ര എളുപ്പമാണ്. ഈ ദിക്റുകളൊക്കെ കുറഞ്ഞ വാക്കുകളെ അതിലൊക്കെ ഉരുവിടാനുള്ളൂ. പക്ഷേ അത്യുന്നതനായ റബ്ബിന്റെ രാജസന്നിധിയിൽ ഈ ദിക്റുകളൊക്കെ ചൊല്ലുന്നവർക്കുള്ള മഹത്വം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് പഠിപ്പിച്ചിരുന്നു, ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വങ്ങളായിക്കൊണ്ട് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിക്റുകളും, അത് തസ്ബീഹാവട്ടെ, തഹ്ലീലാകട്ടെ, തഹ്മീദാവട്ടെ, ഇതൊക്കെ യൻഅതിഫുന ഹൗലൽ അർശി, റബ്ബിന്റെ അർശിന്റെ ചുറ്റും അവ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൊല്ലുന്ന ആ വിധത്തിലുള്ള ദിക്റുകൾ സർവശക്തനായ റബ്ബിന്റെ രാജസന്നിധിയിലേക്ക് അതെത്രയും വേഗം മലക്കുകൾ അതിനെ ഉയർത്തിക്കൊണ്ടുപോയി. ആ ദിക്റുകൾ, നമ്മൾ ചൊല്ലിയ ആ ദിക്റുകൾ, അത് അർശിന് ചുറ്റും വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക, ലഹുന്ന ദവിയുൻ കദവിയിൻ നഹ്ലി, തേനീച്ചകളുടെ മൂളൽ പോലെ, തേനീച്ചകളുടെ ഇരമ്പുമ്പോഴൊരു ശബ്ദമില്ലേ, അതുപോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തുദക്കിറു ബിസാഹിബിഹാ, ആ ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയ പ്രശംസിച്ച ആളുകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റബ്ബിന്റെ അർശിന്റെ ചുറ്റും ആ ദിക്റുകൾ. എന്നിട്ട് മുത്ത മുസ്തഫായുടെ ചോദ്യം, നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത് തൻ്റെ പേര് എപ്പോഴും അർശിന്റെ ചുറ്റും പറയപ്പെടണമെന്ന്? എപ്പോഴും അത് പറയുന്നവരവസ്ഥയുണ്ടാകണമെങ്കിൽ നാം റബ്ബിനെ സദാ തഹ്ലീൽ കൊണ്ട്, ഹംദുകൾ കൊണ്ട്, തക്ബീറുകൾ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട് അവനെ പ്രശംസിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എത്ര ദിക്റുകളാണ്, എത്ര തസ്ബീഹുകളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ നമ്മുടെ 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ഒരു വിശ്വാസിയോട്. 5 നേര നിസ്കാരത്തിന്റെ പുറമെ സുന്നത്ത് നിസ്കാരങ്ങളിൽ അവന് കണിശത വേണം. കാരണം സുന്നത്തായ കർമ്മങ്ങൾ ഒരാൾ അനുഷ്ഠിക്കുമ്പോഴാണ് അള്ളാഹു അവനെ കൂടുതൽ ഇഷ്ടപ്പെടുക. എൻ്റെ അടിമ വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ, എൻ്റെ അടിമ ഒന്നുകൊണ്ടും എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക എപ്പോഴാണ്? അവനോട് ഞാൻ ഫർലായ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. പിന്നെയോ മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, എൻ്റെ അടിമ എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവൻ അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും. റഹ്മാനായ റബ്ബാണ് നമ്മളെ ഇഷ്ടപ്പെടാൻ പോകുന്നത്. അതിനെന്ത് വേണം? നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു വിശ്വാസിയോട് പറയേണ്ടതില്ല. അതിൻ്റെ പുറമെ സുന്നത്തുകളോട് ലാഘവ ബുദ്ധി കാണിക്കരുത്. അതൊരു സുന്നത്തല്ലേ, അതൊരു കുഴപ്പമില്ല എന്ന ഒരു നിസ്സാരവൽക്കരണം നമ്മുടെ മനസ്സിലുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് റക്അത്തുകൾ മുഖേന, നിസ്കാരം മുഖേന, തസ്ബീഹുകൾ മുഖേന, ഖുർആനോത്ത് മുഖേന, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ മുഖേന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന സൽക്കർമ്മങ്ങൾ മുഖേന, കുടുംബബന്ധം ചേർക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം മുഖേന മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് പരോപകാരിയായി തീരുക എന്നുള്ള നന്മയിലൂടെ നമ്മോട് തെറ്റ് ചെയ്തവർക്ക്, നമ്മോട് പിണങ്ങി നിൽക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള പലർക്കും സാധ്യമാകാത്ത കാര്യങ്ങളിൽ പ്രത്യേകം ഏർപ്പെട്ടുകൊണ്ടൊക്കെ ഈ ദിനങ്ങൾ നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം. കാരണം എന്താണ്? ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ഈ ദിനങ്ങൾ പോയാൽ, നഷ്ടമായാൽ
പിന്നെ അത് തിരികെ കിട്ടില്ല. ബുദ്ധിമാന്മാരെന്തു ചെയ്യും? ഇന്ന് കിട്ടുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയവൻ നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നവനാണ്. രോഗം വരുന്നതിൻ്റെ മുമ്പേ ആരോഗ്യമുള്ള അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കും. തിരക്ക് വരുന്നതിൻ്റെ മുമ്പേ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ മുഴുവനും പൂർണ്ണമായും അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് ചെലവഴിക്കുന്നവരായിരിക്കും. സർവോപരി മരണം എപ്പോഴും തൊട്ട് മുമ്പിലുണ്ട്, തൊട്ട് പിറകെയുണ്ട്. മരണം വന്നെത്തുന്നതിൻ്റെ മുമ്പ് ജീവിതം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കും. അതാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഓരോരുത്തരും വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സൂക്ഷ്മമായി അറിയും. അത് പറഞ്ഞു തരുന്നൊരു ദിനം വരാനുണ്ടെന്ന് ചിന്തിക്കണേ എന്നാണ് സഗൗരവം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പരിപൂർണമായും പ്രയോജനപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ ഏത് സൽക്കർമ്മങ്ങൾക്കും വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നോമ്പെടുക്കാൻ സാധിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കാവുന്നതാണ്. അതിൽ തന്നെ വരുന്ന തിങ്കൾ, വ്യാഴങ്ങൾ, അതിനും പ്രാധാന്യം പ്രത്യേകമുണ്ടല്ലോ. അതിൽ തന്നെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സൗമ യൗമി അറഫ, ദുൽഹജ്ജ് 9 അറഫ ദിനത്തിലെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ 2 വർഷങ്ങളുടെ തമ്മിൽ സംഭവിച്ച ചെറുപാപങ്ങളും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ജീവിതത്തിൽ അത്തരം പാപങ്ങൾ വരാതെ പ്രൊട്ടക്ഷൻ കിട്ടാനും ഒക്കെ 2 കൊല്ലത്തെ മേന്മ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ദുൽഹജ്ജ് 9 നമ്മൾ അനുഷ്ഠിക്കുന്ന അറഫ ദിനത്തിലെ നോമ്പ് എന്ന ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പാപമോചന നാളുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാ ഈ ഹദീസിൽ വന്നത്. പാപങ്ങളെല്ലാം പൊറുത്തു തരികയാണ് അല്ലാഹു അതിലൂടെ, ഈ ദിനങ്ങളിലൂടെ. അതേപോലെ തന്നെ നരകമോചനം എന്ന് പറഞ്ഞില്ലേ. മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദാ മിനന്നാർ മിൻ യൗമി അറഫ. ഏതൊരു ദിവസത്തെക്കാളും ഇതാ അറഫാ ദിനത്തിൽ പാപികൾക്ക് പുറത്തു കൊടുക്കുന്നു എന്നുള്ളതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ ധാരാളം 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 നരകാവകാശികളായ ആളുകളെ അവരുടെ തൗബയും അവരുടെ വിനയവും അവരുടെ ഇസ്തിഗ്ഫാറും ഒക്കെ റബ്ബ് കണക്കിലെടുത്തിട്ട് നരകമോചനത്തിൽ അവർക്ക് നൽകുകയാണ്, നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലല്ലേ നമുക്ക് ഈ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പാപമോചനം, നരകമോചനം ഇതൊക്കെ നമുക്ക് ആ ദിനങ്ങളിൽ നേടിയെടുക്കാവുന്ന കാര്യമാണ്. ദുആ അധികരിപ്പിക്കണം അറഫൻ്റെ ദിവസം. ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, അറഫാ നാളിലെ ആ ദുആയാണ് ദുആയിൽ ഏറ്റവും ഉത്തമമായത്. നീ എന്താ പറയേണ്ടത്? വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, അന്ന് അധികരിപ്പിക്കേണ്ട ദുആയിലേക്കുള്ള ദിക്റിലേക്കുള്ള ഒരു സൂചനയായി കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. റബ്ബിന് എത്ര ഇഷ്ടമുള്ള വചനങ്ങളാണതിൽ. റബ്ബിനെ എത്രത്തോളമാണതിൽ പ്രശംസിക്കുന്നത്, എത്രത്തോളമാണ് റബ്ബിൻ്റെ വഹദാനിയത്തിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, എത്രത്തോളമാണ് അവനെ നമ്മൾ അതിലൂടെ അവൻ്റെ കഴിവുകളെ പ്രത്യേകമായി എടുത്തു പറയുന്നത്. അള്ളാഹുവിനോട് അത്തരത്തിലുള്ള ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? റബ്ബിനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, റബ്ബിനെ ധാരാളം ധാരാളം പുകഴ്ത്തുമ്പോൾ അവൻ പിന്നെ നമ്മുടെ കാര്യം അങ്ങ് ഏറ്റെടുക്കും. അവൻ പിന്നെ നമ്മുടെ കാര്യം എന്ത് ചോദിച്ചാലും അത് തരും.
അത്രത്തോളമാണ് രാജസന്നിധിയിൽ റഹ്മാനായ റബ്ബിൻ്റെതായ അവൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ദുന്യാവിൽ ഒരു മനുഷ്യനോടൊന്ന് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവനെ ഒന്ന് പ്രശംസിച്ചാൽ തന്നെ തൻ്റേതായ ആവശ്യങ്ങൾക്ക് നേടിയെടുക്കാൻ പിന്നെ മറ്റൊരു കാരണം തേടി പോകാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം റബ്ബ് നമുക്ക് തരുന്നതങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഇതിലൂടെയൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല ദുആ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ചില മര്യാദകളിൽപ്പെട്ടതാണ് അള്ളാഹനെ ധാരാളമായിട്ട് ഇങ്ങനെ പുകഴ്ത്തുക. അതിനൊരുപാട് ആ രൂപത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ സ്വലാത്തിനെ ചോദിക്കുക. അതിൻ്റെ ശേഷമാണ് ചോദിച്ചാൽ ആ ചോദിച്ചതാൻ കിട്ടും. ചോദിച്ചത് കിട്ടുന്ന ഏറ്റവും ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള ഒരു മര്യാദ കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന അദ്ദേഹം തുടങ്ങിയത് അല്ലാഹനെ ഒരുപാട് പ്രശംസിച്ചു. ഇതേപോലെ റബ്ബിനെ പുകഴ്ത്തി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബ ഇങ്ങനെയൊക്കെ ധാരാളം പുകഴ്ത്തലുകൾ പ്രശംസകൾ റബ്ബിനെ സംബന്ധിച്ചാണ് പറഞ്ഞു. അതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്താണ് രണ്ടാമത് ചെയ്തത്. മൂന്നാമത് അദ്ദേഹം ദുആ ചെയ്തപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാഹ് സൽ തുഅത സൽ തുഅത, ചോദിച്ചോ കിട്ടും, ചോദിച്ചോ നിനക്ക് കിട്ടും, ചോദിച്ചോളൂ നൽകപ്പെടും. കണ്ടോ എത്രയാണ് അതിൻ്റെ മഹത്വം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ അറഫാ ദിനത്തെയും അതിൻ്റെ മുമ്പുള്ള ഈ കഴിഞ്ഞ സമയങ്ങളെയൊക്കെ ഈ നമുക്ക് വരാനിരിക്കുന്ന ഓരോ സമയങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതും കഴിഞ്ഞാൽ നമുക്ക് 10-ൻ്റെ അന്ന് പെരുന്നാൾ ആഘോഷിക്കണം. ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു പ്രത്യേകമായ കർമ്മം നമുക്ക് ഈദ്ഗാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖോടുകൂടി ഈ പ്രാവശ്യവും നമുക്ക് നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കൃത്യം 5:45 നമ്മുടെ നമസ്കാരം ആരംഭിക്കും. മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് നടക്കും. ദുആ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അതിൻ്റെ സമയ കണിശതയും കൃത്യതയും ഒക്കെ എല്ലാവരും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റു മര്യാദകളൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ അർത്ഥത്തിലും എന്തൊക്കെയാണ് പെരുന്നാൾ ദിനത്തിൽ സ്വീകരിക്കേണ്ട മര്യാദകളെന്നൊക്കെ നമ്മളൊക്കെ ബോധവാന്മാരാണ്. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തിന് കൃത്യമായി എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവൻ്റെ ബറകാത്തുകളും റഹ്മത്തുകളുമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവലും സംരക്ഷണവും അനുഗ്രഹങ്ങളും അവൻ നമ്മിലേക്ക് ഒഴുക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കൾ, അറിയുന്നവർ അറിയാത്തവർ ആരായിരുന്നാലും അള്ളാഹുവേ എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.